നമസ്കാരം. ഇന്ത്യൻ സമുദ്ര മേഖലയിൽ നിന്നുള്ള നിർണായകമായ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അമേരിക്കയുടെ ആക്രമണത്തിന് ഇരയായ ഇറാനിയൻ നാവികസേനാ കപ്പൽ IRIS ദേനയെ സഹായിക്കാൻ ഇന്ത്യൻ നാവികസേന നടത്തിയ ദ്രുതഗതിയിലുള്ള നീക്കങ്ങളെക്കുറിച്ചാണ് ഈ റിപ്പോർട്ട്. മാനുഷിക പരിഗണനകൾക്കും സമുദ്ര സുരക്ഷയ്ക്കും ഇന്ത്യ നൽകുന്ന പ്രാധാന്യം ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ഈ സംഭവം. 2026 മാർച്ച് 4 പുലർച്ചെയാണ് സംഭവങ്ങളുടെ തുടക്കം. ശ്രീലങ്കയിലെ ഗാലിന് ഏകദേശം 20 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് ഭാഗത്ത് വെച്ച് ഇറാൻ യുദ്ധക്കപ്പലായ IRIS ദേന അപകടത്തിൽപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. കൊളംബോയിലെ മാരിടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെന്ററിൽ നിന്ന് ലഭിച്ച അപായ സന്ദേശം ശ്രീലങ്കൻ നാവികസേന ഇന്ത്യൻ അധികൃതരെ അറിയിക്കുകയായിരുന്നു. US ആക്രമണത്തെ തുടർന്നാണ് കപ്പൽ തകർന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. വിവരം ലഭിച്ച ഉടൻ തന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ ഇന്ത്യൻ നാവികസേന രക്ഷാപ്രവർത്തനത്തിനായി രംഗത്തിറങ്ങി. മാർച്ച് 4 രാവിലെ 10 മണിയോടെ തന്നെ ഒരു ലോങ് റേഞ്ച് മാരിടൈം പട്രോൾ വിമാനം തിരച്ചിലിനായി നിയോഗിച്ചു. കടലിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് ആകാശത്തുനിന്ന് ലൈഫ് റാഫ്റ്റുകൾ എത്തിച്ചു നൽകാൻ സജ്ജമായ മറ്റൊരു വിമാനത്തെയും അടിയന്തര സാഹചര്യത്തിനായി കരുതിവെച്ചു. അയൽരാജ്യമായ ശ്രീലങ്കയുടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുകയായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം. ആകാശമാർഗമുള്ള തിരച്ചിലിന് പുറമെ കടൽ മാർഗവും ഇന്ത്യ ശക്തമായ നീക്കങ്ങൾ നടത്തി. ആ സമയം സമീപ പ്രദേശത്ത് പട്രോളിംഗിലായിരുന്ന INS തരങ്കിണി എന്ന കപ്പലിനോട് ഉടൻ തന്നെ സംഭവസ്ഥലത്തേക്ക് എത്താൻ നിർദ്ദേശം നൽകി. വൈകുന്നേരം 4 മണിയോടെ INS തരങ്കിണി ദുരന്ത മേഖലയിൽ എത്തിച്ചേർന്നു. കാണാതായവർക്കായി കൂടുതൽ വിപുലമായ തിരച്ചിൽ നടത്തുന്നതിനായി കൊച്ചിയിൽ നിന്ന് INS ഇക്ഷക് എന്ന കപ്പലും ഉടൻ തന്നെ കടലിലേക്ക് തിരിച്ചു. ഈ നീക്കം കേവലം ഒരു തിരച്ചിൽ മാത്രമല്ല, അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങൾ പാലിക്കുന്നതിലും അയൽരാജ്യങ്ങളുമായുള്ള സഹകരണത്തിലും ഇന്ത്യ പുലർത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇവിടെ ദൃശ്യമാകുന്നത്. സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും കടലിൽ അപകടത്തിൽപ്പെടുന്ന ജീവനക്കാരെ രക്ഷിക്കുക എന്ന മാനുഷിക ദൗത്യത്തിനാണ് ഇന്ത്യൻ നാവികസേന പ്രഥമ പരിഗണന നൽകുന്നത്. നിലവിൽ ശ്രീലങ്കൻ നാവികസേനയുമായി ചേർന്ന് ഇന്ത്യൻ സേന തിരച്ചിൽ തുടരുകയാണ്. കാണാതായ ബാക്കിയുള്ള ഉദ്യോഗസ്ഥരെ കൂടി എത്രയും വേഗം കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യൻ സമുദ്രമേഖലയിലെ സുരക്ഷാ കാവൽക്കാരൻ എന്ന ഇന്ത്യയുടെ റോൾ ഈ ദൗത്യത്തിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമാകുന്നുണ്ട്. ഇത്രയും വിവരങ്ങൾ കുറച്ചു മുമ്പ് ഇന്ത്യൻ നാവികസേന തന്നെ പത്രക്കുറിപ്പിലൂടെ പുറത്തുവിട്ട വിവരങ്ങളാണ്. അതേസമയം ഇന്ത്യൻ നാവികസേന പ്രതികരിക്കുന്നതിന് മുമ്പ് അവസരം മുതലാക്കി ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചവർക്ക് നല്ല നമസ്കാരം എന്ന് മാത്രമേ പറയാനുള്ളൂ. രാജ്യത്തിന് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം കൂടി ഒന്നിച്ചു നിന്ന് ഒത്തൊരുമയോടെ പ്രവർത്തിക്കേണ്ടത്. അതിനൊക്കെ മാതൃകയായി നമ്മൾ എടുക്കേണ്ടത് ഇസ്രയേൽ എന്ന രാജ്യത്തെയാണ്. ഒരു പ്രതിസന്ധി വരുമ്പോൾ അവർ ഒറ്റക്കെട്ടാണ്. അതേസമയം ഇവിടെ എങ്ങനെയെങ്കിലും ഭരണപക്ഷത്തെ പ്രതിസന്ധിയിലാക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. രാജ്യം എന്ന നിലയിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട സമയത്ത് അവസരം മുതലാക്കാൻ ശ്രമിക്കുന്നത് ഒരു നല്ല കാര്യമായി നമുക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.